അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നാം കാണുന്നത് പലപ്പോഴും ജമാഅത്തിൻ്റെ ഭക്തിയിൽ പള്ളികളിലാണ്. ഇവർ പള്ളികളിൽ ജമാഅത്തിന് വളരെ നേരത്തെ വന്നിരിക്കും, നിസ്കാരത്തിലുണ്ടാകും. പലപ്പോഴും ഇവരെ തിരിച്ചറിയാനുള്ള വേഷം വെള്ളയുമായിരിക്കും. എന്ന് വെച്ച് ഉസ്താദുമാരോ പണ്ഡിതന്മാരോ ആകണമെന്നൊന്നുമില്ല. പലപ്പോഴും ഇവർ നാടന്മാർ, ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ പൊതു രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെയൊക്കെ ആകും. വെള്ള ഷർട്ടും വെള്ള തുണിയും ഉടുത്തവരായിരിക്കും. നാട്ടിലെ പൊതുസേവകർ എന്ന മുഖം മൂടി സ്വയം അണിഞ്ഞിരിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള ചില ആളുകളെ നമ്മുടെ നാട്ടിൽ കാണാം. ഇവർ നിസ്കാരം കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് ഇറങ്ങൂല. പള്ളിയിൽ പുറത്ത് വരാന്തയിലോ മറ്റോ ഇരിക്കും. മറ്റുള്ളവർ നിസ്കാരം കഴിഞ്ഞ് പോയാൽ ഇവരുടെ വിശ്വരൂപം അവിടെ നിന്ന് തുടങ്ങുകയായി. എന്താ ഇവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി, അവനെപ്പോഴാണ് നിസ്കരിക്കാൻ വന്നു തുടങ്ങിയേ, ഓൻ ഇതുവരെ പള്ളിയിൽ വരുത്തില്ലായിരുന്നല്ലോ എന്ന് മുതലാ എന്നുള്ള സംഭാഷണങ്ങളിൽ തുടങ്ങി നാട്ടിലെ ഓരോരുത്തരുടേതായി ഈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് കുറേ സമയം പള്ളിയിലിരിക്കും. ഇവരൊരിക്കലും പള്ളീൻ്റെ അകത്ത് കയറി ഇത്തിക്കാഫിരിക്കുന്ന രൂപം ഇവർക്കുണ്ടാവില്ല. ഇതൊക്കെ തന്നെയാണ് ഇവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവർ ശരിക്കും സത്യത്തിൽ ഇവർ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുക, നമ്മൾ വളരെ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, ആർക്കും കുറ്റം പറയാനൊന്നും ഇല്ലല്ലോ, വളരെ നല്ല കാര്യമായിട്ട് തന്നെയായിരിക്കും പൊതുവെ അറിയപ്പെടുക. പക്ഷേ ഇവരുടെ ആ നിസ്കാരം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അത് വാങ്ങിക്കൊണ്ടു പോകുന്നത് മറ്റ് ചിലരായിരിക്കും. എങ്ങനെ നമുക്കറിയാം, ഒരാളെ പറ്റി നമ്മൾ ഈബത്ത് പറഞ്ഞാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ നാം ആരെയാണോ ദുഷിച്ചത് അവർക്ക് അള്ളാഹു എടുത്തു കൊടുക്കും എന്നാണ്. ഈ നമ്മളോട് കൃത്യമായിട്ട് പള്ളിയിൽ പോകണം, നിസ്കരിക്കണം എന്ന് പറഞ്ഞ അതേ കിതാബുകളിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സഹാബത്തും ഇമാമിങ്ങളും എല്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവർ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒരു പക്ഷേ ഇവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ആദ്യമായി കാണുന്ന, ഒരു പ്രാവശ്യം മാത്രം കണ്ട ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇവർ നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും.
അവരെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ മഹല്ലിലെ കമ്മിറ്റിയുടെ ആൾക്കാരായിരിക്കും എന്നൊക്കെ പലരും വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുന്ന ആൾക്കാരാവും. പക്ഷെ അതും അള്ളാഹുവിൻ്റെ ഒരു നിയമത്താണ് ഇവർക്ക്. കാരണം ഇവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ പേര് അവർക്ക് എന്തെങ്കിലും പരലോകത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. കാരണം മറ്റവനെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, ആ പ്രസിഡൻ്റ് സ്ഥാനമോ അല്ലെ സെക്രട്ടറി സ്ഥാനം പോലത്തെ സ്ഥാനങ്ങൾ കിട്ടും. ഇവരതിൽ അഭിരമിക്കുകയാണ്. പിന്നെ ഇവർക്ക് എങ്ങനെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ ധാരണ ആരെങ്കിലും ആയിരിക്കും ഇവരെ വിഷയം. പള്ളിയിലിരുന്നു കൊണ്ട് ഒരുപക്ഷെ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ, അത് രാഷ്ട്രീയക്കാരാകാം, അല്ലെങ്കിൽ സംഘടനക്കാരാകാം, പ്രസ്ഥാനക്കാരാകാം, അല്ലെങ്കിൽ റോട്ടിലൂടെ ഒരു വണ്ടിയിൽ യാത്ര പോയ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. അവരെക്കുറിച്ചായിരിക്കും ഇവർ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. ലാ ഹൈറ ഫി കസീരി മിൻ നജ്വാഹും, നിങ്ങളുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതലിനും യാതൊരു ഗുണവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് മനുഷ്യന് സംസാരിക്കാൻ അള്ളാഹു അനുവാദം തന്നിരിക്കുന്നത്? ഇല്ലാമൻ അമറബി സദക്കത്തിൽ, ഒരു ധർമ്മം ചെയ്യാൻ വേണ്ടി, ഒരു സദക്ക ചെയ്യാൻ വേണ്ടി, ഒരു രോഗിയെ പരിപാലിക്കുന്നതിന്, എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നാട്ടിലൊരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കുന്നതിന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു യത്തീമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് വീടെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ മാത്രമേ അള്ളാഹു ഗുണം കാണുന്നുള്ളൂ. അല്ലാതെയുള്ള സമയത്ത് ഇനിയെങ്കിലും ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യരുത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ജിയാഹിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നന്നായിട്ടായിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാവുക, നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ അതിൻ്റെ ഗുണം എടുത്തുകൊണ്ട് പോകാനേ എന്ത് ചെയ്യരുത്, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കരുത്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് വളരെ കഠിനാധ്വാനിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളൊരു അന്യ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് എന്ത് ചെയ്തു, വിശദമായ വലിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു. ആരും പരാതി പറയാനോ ഒന്നും ഉന്നയിച്ചില്ല. റബ്ബർ വളർന്നു, വലിയ മരങ്ങളായി. ടാപ്പിങ്ങിൻ്റെ സമയമായി. ഈ ടാപ്പിങ്ങിൻ്റെ സമയമായ സമയത്ത് ആരോ ഫോറസ്റ്റിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇയാൾ പിറ്റേന്ന് റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ അതിനുള്ള പ്രത്യേക കത്തിയും കൊട്ടയൊക്കെ ഉണ്ട്. അതെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന സമയത്താണ്, പിറ്റേന്ന് ടാപ്പിങ്ങിന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നത്. സ്ഥലം അളക്കണം എന്ന് പറഞ്ഞു. അളന്നു നോക്കുമ്പോൾ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ്. ഇയാളുടെ പേരിൽ കേസൊന്നും എടുത്തില്ല. കേസെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഫോറസ്റ്റ് റേഞ്ചർ പറഞ്ഞ ന്യായം, ഇയാളുടെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നുന്നു. കാരണം ഈ മനുഷ്യൻ സ്വന്തം കൃഷിയിടത്തിൽ എന്ന പോലെ ഇത്രയും വർഷം ഈ സർക്കാരിൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്തു, റബ്ബറുണ്ടാക്കി. ഇനിയിപ്പോൾ നാളെ മുതൽ ഈ റബ്ബറിൻ്റെ ടാപ്പിങ്ങിൻ്റെ വരുമാനം തേച്ചും പോകുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്രയും നേട്ടമുണ്ടാക്കി തന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലും കൂടി അടക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സംഭവം ഓർമ്മ വരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പണിയെടുക്കുന്നത് നമുക്ക് നേട്ടം ഉണ്ടാക്കാനാകണം. നമ്മുടെ പാടത്ത് പണിയെടുത്താൽ മാത്രമേ നമുക്കത് കൊയ്യാൻ പറ്റുകയുള്ളൂ. ആരാൻ്റെ പറമ്പ് കയറി നമ്മൾ കൃഷി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്ന് കൃഷി ചെയ്യുന്ന സമയത്ത് അയാളൊന്നും മിണ്ടൂല. അപ്പോൾ ഇത് കൃഷിയുടെ വിളവ് എടുക്കുന്ന സമയത്തായിരിക്കും അയാളുടെ വിശ്വരൂപം കാണിക്കുക. നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന ഇബാദത്തുകൾ അത് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ദുനിയാവ് പരലോകത്തിലേക്കുള്ള കൃഷി സ്ഥലമാണ്. ഇവിടെ ആർക്കും എവിടെയും കൃഷി ചെയ്യാം, പക്ഷെ വിളവെടുക്കുന്നത് പരലോകത്ത് വെച്ചാൽ. അപ്പം നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ വിളവ് പരലോകത്ത് വെച്ച് കണ്ടു ആളുകൾ എടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ, അത് മറ്റുള്ളവൻ കൊണ്ടുപോയി കളിയോ എന്ന് നമ്മൾ പണമുണ്ടാക്കുന്നത് പോലെ പ്രധാനമാണ്.
പണം മോഷ്ടാക്കൾ മോഷ്ടിച്ച് കൊണ്ടുപോകാതെ സൂക്ഷിക്കുക എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് നാം പരലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വിളവെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ വിളവെല്ലാം മറ്റുള്ളവന് എടുത്തുപോയി എന്ന് വരുന്ന ഒരവസരം, അത് വലിയ സങ്കടമാണ്, പരാജയമാണ്. അള്ളാൻ്റെ റസൂൽ പറയുന്നു, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ മുഫ്ലിസ്, നഷ്ടം സംഭവിച്ചവൻ, പരാജിതൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു സഹാബാക്കളോട്. അവർ പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിൽ എടുക്കാൻ ഒരു നാണയവും ഇല്ല, ഒരു സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ബിസിനസ്സിൽ പൊളിഞ്ഞു പോയവനാണ് മുഫ്ലിസ് എന്ന് അവർ പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, അല്ല, അവനല്ല മുഫ്ലിസ്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്. അവൻ ദുനിയാവിൽ നിന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും കൊണ്ട് അവൻ പരലോകത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് വിചാരണ സമയത്ത് ഓരോരുത്തരായി വന്ന് പറയുന്നു, ഇവൻ എന്നെ പറഞ്ഞു പറ്റിച്ചു, ഇവൻ എന്നെക്കുറിച്ച് ഈബത്ത് പറഞ്ഞു, ഇവൻ എന്നെക്കുറിച്ച് നെമീമത്ത് പറഞ്ഞു, ഇവൻ എന്നെപ്പറ്റി കതുഫ് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ കെട്ടുകഴിക്കുമ്പോൾ ഇയാളുടെ സൽക്കർമ്മങ്ങൾ ഓരോന്നോരോന്നായി അവർക്ക് എടുത്തു കൊടുക്കുകയാണ് പടച്ച തമ്പുരാൻ. അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. അങ്ങനെ എടുത്തു കൊടുത്ത ശേഷം പിന്നെയും ചില ആളുകൾ വരുന്നു, എന്നിട്ട് പറയുന്നു, ഇവൻ എന്നെയും പറഞ്ഞിട്ടുണ്ട് ഈബത്ത്, എന്നെയും പറഞ്ഞിട്ടുണ്ട് നെമീമത്ത്, എന്നെയും കതുഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനൊന്നുമില്ല ഇവൻ്റെ കയ്യിൽ. അപ്പോൾ എന്താ ചെയ്യുക? അവരുടെ കയ്യിലുള്ള തിന്മകൾ, തെറ്റുകൾ, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾ, അത് ഇവൻ്റെ തലയിലേക്ക്, ഇവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. അതോടെ അതിനനുസരിച്ച് അവർക്ക് ഭാരം കുറയുന്നു. ഇവൻ നരകത്തിൻ്റെ എത്രയും ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യൻ നരകത്തിൻ്റെ അവകാശിയായി മാറുന്നു. ഇങ്ങനെയുള്ള വ്യക്തിയാണ് മുഫ്ലിസ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടേതാകാൻ വേണ്ടി പരിശ്രമിക്കുക. അത് നാം ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അത് ഓരോരുത്തരും തിരിച്ചറിയണം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.